അപ്പൊ എല്ലാവർക്കും സരി തോട്ട്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പോ എടപ്പള്ളി ലുലുമാളിലാണ് ഉള്ളത്. രാവിലെ 9:40 നമ്മൾ അജിത്തിന്റെ ഗുഡ് ബൈ അഗ്ലിക്ക് കയറി. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്യൂർ ഫാൻ ബോയ് സംഭവം. അതായത് അജിത്തിന്റെ പഴയ സിനിമകളിലെ കുറെ നല്ല ഡയലോഗുകൾ, മൊമെന്റ്സുകളെല്ലാം നല്ല പക്കയായിട്ട് മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു പടം. അപ്പൊ അജിത് ഫാൻസിനൊരു പൊങ്കൽ വകുപ്പുണ്ട് ഈ പടത്തിൽ. പിന്നെ അജിത്തിനെ എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലത്തിനിടയിൽ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തത് ഈ പടത്തിലാണ്. കാരണം പുള്ളിയുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അപ്പിയറൻസ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടറുകൾ നമ്മൾ ആ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരുപാട് ക്യാരക്ടറുകളുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഇനി പറയുന്നില്ല. അർജുൻ ദാസ് നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും റോളുകൾ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരുന്നത് GV പ്രകാശാണ്. പുള്ളി അത്യാവശ്യം നല്ല മാന്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറെ പഴയ പാട്ടുകൾ വീണ്ടും റീമിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരുന്നു. പിന്നെ എല്ലാത്തിനുപരി കൈയടി അറിയിക്കുന്നത് ആദിക്കാണ്. ആദിക്കൊരു പ്യുവർ അജിത് ഫാനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ഇത്രയായിരിക്കും ഞാൻ കരുതിയില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് അജിത്തിന്റെ പഴയ സിനിമകളെ റെഫർ ചെയ്ത് ആ ക്യാരക്ടറുകൾ പറയുന്ന അന്നത്തെ ഡയലോഗുകൾ ഈ കഥയ്ക്ക് അനുയോജ്യമാക്കുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഥയൊന്നും കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, ബ്രെയിനൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെച്ച് കുറച്ച് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള സെറ്റപ്പിൽ ഒരു ആക്ഷനും അത്യാവശ്യം നല്ല വൈബിലും ഇരുന്ന് കാണാൻ ഒരു 2.5 മണിക്കൂർ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള മൈൻഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം കാണാം. എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 10-ൽ 7 മാർക്ക്, 7 മാർക്ക് കൊടുക്കാവുന്ന ഒരു പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഒരു എന്റർടൈനർ ആണ്, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. എന്നെ സംബന്ധിച്ചും അജിത്തിന്റെ കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് എന്റർടൈനർ വന്നൊരു സന്തോഷം എനിക്ക് പേഴ്സണലി ഉണ്ട്. അപ്പോൾ എല്ലാവരും കഴിയുമെങ്കിൽ ഗുഡ് ബൈ അഗ്ലി കാണാൻ ശ്രമിക്കുക. അതുകൂടാതെ മറ്റ് 3 മലയാള സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സിനിമകളുടെ റിവ്യൂസും ഉടനെ വരുന്നതാണ്.